നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. സ്വയം വിലമതിക്കുന്നവരെ മാത്രമേ മറ്റുള്ളവർ വിലമതിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ കർഷകൻ കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിളവെടുപ്പിന് പാകമായ വയലിൽ ഒരു കുരുവി കൂടുകൂട്ടിയിരുന്നു. അടുത്തുള്ള പാടത്ത് കൊയ്ത്തു നടക്കുന്നത് കണ്ട് കുരുവി കുഞ്ഞുങ്ങൾ അമ്മയോട് പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാം. അമ്മ പറഞ്ഞു, നമ്മുടെ കർഷകൻ ഉടൻ കൊയ്യില്ല. പിറ്റേ ദിവസം കർഷകൻ പറയുന്നത് അവർ കേട്ടു, നാളെ അയൽക്കാരെ കൂട്ടി പാടം കൊയ്യണം. കുഞ്ഞുങ്ങൾ ഭയന്നെങ്കിലും അമ്മ കുരുവി സമാധാനിപ്പിച്ചു, നമ്മുടെ കർഷകൻ പാടം ഉടൻ കൊയ്യില്ല. അടുത്ത ദിവസവും കൃഷിക്കാരൻ്റെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചു, നാളെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി പാടം കൊയ്യണം. അമ്മക്കുരുവി പറഞ്ഞു, നമ്മുടെ കർഷകൻ നാളെയും പാടം കൊയ്യില്ല. അതിനടുത്ത ദിവസം കർഷകൻ പറയുന്നത് അവർ കേട്ടു, നാളെ ഞാൻ ഇറങ്ങി പാടം കൊയ്യും. കുരുവി ഉടൻ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടു. അന്യരെ കണ്ട് കൃഷി ഇറക്കിയാൽ കള അധികവും വിള അല്പവുമാകും. പരസഹായം ഒരു നിർബന്ധിത സേവനമല്ല, അതൊരു ആനുകൂല്യം മാത്രമാണ്. എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങുമ്പോഴും എല്ലാ സഹപ്രവർത്തകരും പച്ചക്കൊടി കാണിക്കുമ്പോഴും മാത്രം കർമ്മനിരതരാകാൻ കാത്തിരിക്കുന്നവൻ അവസാനം വിധിയെ പഴിക്കേണ്ടി വരും. ഒഴിവാകാൻ കാരണങ്ങൾ തേടുന്നവരുടെ അടുത്ത് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അവ ഓരോന്നും ചെന്നെത്തുന്നത് ശൂന്യതയിലായിരിക്കും. തനിച്ചിറങ്ങാനുള്ള തീരുമാനവും സന്നദ്ധതയുമാണ് വിജയം വരിക്കുന്നവരുടെ പിൻബലം. സ്വയം വിലമതിക്കുന്നവനെ മാത്രമേ മറ്റുള്ളവർ വിലമതിക്കൂ. ശുഭദിനം.